പണ്ട് 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 കാലത്ത് ഉണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയാണ്. കാര്യമായിട്ടുള്ള ഉണ്ടായതാണോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ പണ്ടൊരു പൂജാരി ഉണ്ടായിരുന്നു. ഈ പൂജാരി പൂജ ചെയ്യാനായി വന്നു. അപ്പോൾ പൂജ ചെയ്യാനായി വന്നപ്പോൾ പൂജാ സാമഗ്രികൾ ചുറ്റും ഭസ്മം, പൂക്കൾ, പിന്നെ ഹോമകുണ്ഡം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പൂജ ചെയ്യുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ പൂജാരി വന്ന് പൂജ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പൂച്ച അങ്ങോട്ട് ഓടി വന്നു. പൂച്ച ഓടി വന്നിട്ട് പൂജാ സാധനങ്ങളിൽ മറിയുകയും അതിനെ മാന്തുകയും അതിൻ്റെ മേലെ എന്തൊക്കെയോ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ പൂച്ച ഇങ്ങനെ ഭസ്മത്തിലൊക്കെ ഇങ്ങനെ ഉരുണ്ട് കണ്ടപ്പോൾ പൂജാരി പറഞ്ഞു, പൂജാരിയുടെ കൂടെ കുറച്ച് സഹായികളൊക്കെ ഉണ്ട്. അപ്പോൾ സഹായികളോട് പൂജാരി പറഞ്ഞു, നിങ്ങൾ ഒരു കയറെടുത്തുകൊണ്ട് വാ. ഒരു കയറെടുത്തുകൊണ്ട് ആ പൂച്ചയെ അവിടെ ഒരു കാല് പോലത്തെ ഒരു കാലുണ്ട്, ഒരു കാല്, ആ കാലുമേ കെട്ടിയിടാൻ പറഞ്ഞു. അപ്പോൾ ഈ പൂജാരിയുടെ കൂടെ സഹായികളായിട്ടുള്ളവർ ആ പൂച്ചയെ പിടിക്കുകയും ആ പൂച്ചയെ കെട്ടി ആ കാലിന്മേൽ, ആ തൂണിന്മേൽ കെട്ടിയെടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസവും പൂജാരി വന്നു. പൂജാരി വന്നപ്പോൾ പഴയ പോലെ പൂച്ചയും ഓടി വന്നു. പൂച്ച ഈ പൂജാ സാമഗ്രികളിലൊക്കെ മറയാൻ തുടങ്ങിയപ്പോൾ പൂജാരി പറഞ്ഞു, ആ കയറെടുത്തുകൊണ്ട് അതിനെ ആ തൂണുമ്മ കെട്ടിയിട്ടാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പിറ്റേ ദിവസവും അങ്ങനെ പൂജാരി വന്നപ്പോൾ പൂച്ചേനെ കെട്ടിയിട്ടു. 3-ാം ദിവസവും 4-ാം ദിവസവും തുടർച്ചയായി പൂച്ച വരികയും പൂജാരിയുടെ നിർദ്ദേശപ്രകാരം പൂച്ചയെ തൂണിൽ കെട്ടിയിടുകയും ചെയ്തു. പിന്നെ പൂച്ചേനെ കെട്ടിയിട്ടു. പൂച്ച അപ്പോൾ ശല്യമൊന്നുമില്ല, പൂജ നടത്തി, പൂജ കഴിഞ്ഞു. ഇത് ഒരു കണ്ടിന്യൂവേഷൻ, അതായത് തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പൂജാരി മരിച്ചു. പൂജാരി മരിച്ചപ്പോൾ വീണ്ടും പുതിയ പൂജാരി വന്നു. പൂച്ച വീണ്ടും വന്നു, പൂച്ചേനെ ഇതേപോലെ തൂണിനെ കെട്ടിയിട്ടു. ഇതൊരു തുടരെയുള്ള പ്രതിഭാസമായി, തുടരെയുള്ള ഒരു കാര്യമായി തീർന്നു. അവസാനം പൂച്ച ചത്തു. പൂജാരി ചത്തു ആദ്യം. പൂജാരി ആദ്യം മരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വേറെ പൂജാരി വന്നു. ആ പൂജാരിയും ഈ കാര്യം തുടരായിട്ട് പൂച്ചേനെ കെട്ടിയിടുകയും ശല്യം ഒഴിവാക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച ചത്തു. അപ്പോൾ പൂജാരി വന്നപ്പോൾ അടുത്തുള്ളവരോട് പറഞ്ഞു, പൂജ തുടർന്നേക്കാളും മുമ്പ് അതെങ്ങനെയാണ് ശരിയാവുക? എവിടെ ഒരു പൂച്ചേനെ കൊണ്ടുപോവാ, പൂച്ചേനെ അവിടെ കെട്ടിയിട്, തൂണുമ്മ കെട്ടിയിട്, എന്നിട്ട് വേണം പൂജ തുടങ്ങാൻ. അങ്ങനെ പൂച്ചേനെ കെട്ടിയിട്ടാലേ പൂജ തുടങ്ങൂ എന്ന് ഉള്ള ഒരു ആചാരമായി തീർന്നു. ഇന്ന് ലോകത്തുള്ള ഭൂരിഭാഗം ആചാരങ്ങളും അതെന്തിനാണ് തുടങ്ങിയത്, അതിൻ്റെ കാര്യം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാണ്ടാണ് തുടരെ നടന്ന് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കഥയായിട്ടുള്ള കഥാരൂപേണ പറഞ്ഞെങ്കിലും സത്യത്തിൽ ഇതിന്നും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല ആചാരങ്ങളും, നമ്മൾ ഇന്ന് അനുഷ്ഠിക്കുന്ന പല ആചാരങ്ങളും അതെന്തിനു വേണ്ടി തുടങ്ങി, ആര് തുടങ്ങി, അതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഈ ആചാരങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പം ആചാരം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ഇവിടെ കൊലപാതകങ്ങൾ, മനുഷ്യരെ കൊല പോലും നടത്തുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ആചാരങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഉണ്ടായത്, എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? ലോകത്ത് നിയമവ്യവസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് നിയമം അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അല്ല നിയമങ്ങൾ, പിന്നെ എന്തിനാണ് നിയമങ്ങൾ? ആർക്ക് വേണ്ടിയാണ് നിയമങ്ങൾ? നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയാണ് പല നിയമങ്ങളും, എല്ലാ നിയമങ്ങളും തന്നെ മനുഷ്യരുടെ നന്മയ്ക്കും സ്വസ്ഥതയ്ക്കും പ്രോഗ്രസ്സിനും പുരോഗമനത്തിനും
നല്ല ചിന്താഗതികൾക്കും നന്മ ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടാക്കി കൊണ്ടാണ് പല ആചാരങ്ങളും നിയമങ്ങളും എല്ലാം. പക്ഷേ അവസാനം നിയമത്തിന് വേണ്ടി മനുഷ്യനാകുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ്. നിയമത്തിന് വേണ്ടിയല്ല മനുഷ്യന് വേണ്ടിയാണ് എല്ലാ നിയമങ്ങളും. യേശു അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് വേശ്യയെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ സംഭവം, അദ്ദേഹം ഒരിക്കലും ആ സ്ത്രീയെ പാപിനി എന്നോ വേശ്യയെന്നോ ചീത്ത എന്നോ ഒരിക്കലും പറയില്ല, പറയാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ള സമൂഹത്തിൽ മോശം പേര് ഉള്ളവരായിരുന്നു യേശുവിൻ്റെ ഭൂരിഭാഗം കൂട്ടുകാരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവരൊരിക്കലും പാപികളോ തെറ്റ് ചെയ്തവരോ ഒന്നുമല്ല, സാഹചര്യങ്ങളെ കൊണ്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ പണ്ട് ഒരിക്കലും അങ്ങനെ യേശു പറയാൻ കാര്യമില്ല എന്ന് പറയാൻ കാരണം, അന്ന് അടിമത്ത വ്യവസ്ഥിതികളുണ്ടായിരുന്നു. ഒരുപാട് പെണ്ണുങ്ങളെ അടിമകളാക്കിയിട്ടിരുന്നു. അത് അന്നത്തെ വ്യവസ്ഥയാണ്, അന്നത്തെ ആചാരങ്ങളും അന്നത്തെ ആ രീതിയാണ്. അത് അന്ന് തെറ്റല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരിക്കലും യേശു ആ സ്ത്രീയെ തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരു സാധ്യതയില്ല. അതുപോലെ പലതും ഇന്നും നമ്മൾ പലതും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നു, അത് അന്ന് എന്തൊക്കെയാണെന്ന് യേശുവിനോട് നേരിട്ട് ചോദിക്കണം. യേശു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും പറയാൻ സാധ്യതയില്ല. പക്ഷേ എഴുതപ്പെട്ടിട്ടുള്ളതിൽ നീ പാപം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ആ സ്ത്രീയോട്. പക്ഷേ പാപം ചെയ്യരുതെന്ന് എന്തുദ്ദേശിച്ചിട്ടാണ്, എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് യേശു പറഞ്ഞതെന്ന് യേശുവിനോട് നേരിട്ട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാനൊരിക്കലും അങ്ങനെ യേശു പറഞ്ഞതായിട്ട് വിശ്വസിക്കുന്നില്ല. ഓക്കെ, നന്ദി, നമസ്കാരം.